ഇനി പുട്ടുണ്ടാക്കുമ്പോൾ വേറെ കറികളുണ്ടാക്കി സമയം ഒന്നും കളയണ്ട. ഈ ഒരൊറ്റ പുട്ട് മാത്രം മതി. പുട്ട് കഴിക്കാത്തവർ പോലും ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും, കുട്ടികൾക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ടിനുള്ള മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. അത് നനയ്ക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ അധികമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പുട്ടിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം എന്നുള്ളതാണ് ഈ ഒരു പുട്ടിൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഉണക്കമുന്തിരിയും കുറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ അതുകൂടെ കട്ട് ചെയ്തതിനകത്ത് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ പുട്ടിനൊന്നും അധികം തേങ്ങ വേണ്ടെങ്കിലും ഇതിനൊരല്പം തേങ്ങയുടെ ആവശ്യമുണ്ട്. പിന്നെ അരിമാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയിലേക്ക് ഈ ചിരകി വെച്ചിരിക്കുന്ന ശർക്കരയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് അതും നല്ലപോലെ ആ തേങ്ങയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഞാൻ എടുത്തിട്ടുള്ള സാധനം എല്ലാം നല്ല മധുരമുള്ളതായതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഇതിനുണ്ട്. മധുരപ്രിയർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. എന്നിട്ട് നമ്മുടെ പുട്ട് കുറ്റിക്കകത്തേക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതൊരധികം തിന്നല്ലാതെ കുറച്ച് കട്ടിക്ക് ഈ ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം മാവ് നിറച്ച് വീണ്ടും നമ്മുടെ ഫില്ലിങ് വെച്ച് മാവ് നിറച്ച് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഫില്ലിങ് വെച്ച് ആവിയിൽ വേവിക്കാൻ വെക്കുക. സാധാരണ നമ്മൾ പുട്ടിൽ തേങ്ങ കുറച്ചും മാവ് അധികമാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷേ ഈ ഒരു പുട്ട് പുഴുങ്ങുമ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് കുറച്ചധികം തന്നെ വെക്കണം കേട്ടോ. എന്നാലേ ആ പുട്ടിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് ആവിയിൽ അങ്ങോട്ട് വേവിക്കാൻ വെക്കുക. ആവി അടിക്കുമ്പോൾ തന്നെ ആ ശർക്കരയൊക്കെ ഉരുകി ആ പുട്ടിലോട്ട് നല്ല ചേരുകയും ചെയ്യും. ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ പുട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇത്ര ഈസി ആയിട്ടൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇതിനോട് വേറെ ഒരു കറിയും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ചൂടോടുകൂടി കഴിക്കുമ്പം തന്നെ ആ ഒരു മധുരവും ആ കടിക്കാൻ കിട്ടുന്ന നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും മുന്തിരിയും എല്ലാം കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ ഇത്രയൊക്കെ മധുരം ചേർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് അറിയാം. പക്ഷേ ഇടയ്ക്കൊക്കെ മധുരം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ലാതെ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.